മുണ്ട് മടക്കാനും അറിയാം, വേണമെങ്കിൽ മുണ്ട് കുത്തിവെക്കാനും അറിയാം. മലയാളവും അറിയാം, മലയാളത്തിൽ തെറി പറയാനും അറിയാം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ സിനിമാ സ്റ്റൈൽ ഡയലോഗിന് ട്രോളോട് ട്രോളാണ് സോഷ്യൽ മീഡിയയിൽ. പ്രതിപക്ഷ നേതാവ് VD സതീശനുള്ള മറുപടിയായിരുന്നു ലൂസിഫറിലെ ജതിൻ രാംദാസിന്റെ മാസ് ഡയലോഗ്. രാജീവ് മാസാണെന്ന ഒരു പക്ഷവും പരിഹാസവുമായി മറുപക്ഷവും വാക്പോര് തുടങ്ങിയതോടെ വിഷയം ട്രെൻഡിംഗ് ആയി. രാജീവ് ചന്ദ്രശേഖറിന് രാഷ്ട്രീയക്കാരന്റെ മെയ്വഴക്കം ഇല്ലെന്ന ആക്ഷേപം ശരിവയ്ക്കും വിധമായിരുന്നു ഡയലോഗ് ഡെലിവറി. പതിവ് രാഷ്ട്രീയക്കാരനല്ല താനെന്ന പ്രതിച്ഛായ സൃഷ്ടിച്ചെടുക്കൽ ശ്രമം കൂടി ഇതിന് പിന്നിലുണ്ട്. സാധാരണ BJP നേതാക്കളുടെ രീതിയിൽ നിന്ന് വഴിമാറി ഹിന്ദുത്വയ്ക്കൊപ്പം വികസന കാഴ്ചപ്പാടും മുന്നോട്ട് വയ്ക്കുകയാണ് രാജീവിന്റെ തന്ത്രം. എന്താണ് BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ പ്ലാൻ? ആദ്യം കാണാം RDX റാം. അപ്പോൾ എനിക്ക് മുണ്ട് കൊടുക്കാനും അറിയും, വേണമെങ്കിൽ മുണ്ട് കുത്തി വെക്കാനും അറിയും, മലയാളം സംസാരിക്കാനും അറിയും, മലയാളത്തിൽ തെറി പറയാനും അറിയും. രാജീവ് ചന്ദ്രശേഖറിന്റെ ലൂസിഫർ ഡയലോഗ് VD സതീശനുള്ള മറുപടിയായാണ് സൈബർ ലോകത്ത് BJP പക്ഷം ആഘോഷിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷന് മലയാളം അറിയില്ലെന്ന സതീശന്റെ ആക്ഷേപം ശരിവെക്കുന്ന ഡയലോഗ് ഡെലിവറി എന്ന മറുപക്ഷവും. ഡയലോഗ് പറഞ്ഞുകൊടുത്ത PR ഏജൻസി പൊട്ടിക്കരഞ്ഞു കാണുമെന്ന പരിഹാസവുമായി VD സതീശനും. പക്ഷെ അദ്ദേഹം ആ സിനിമാ ഡയലോഗ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുത്ത PR ഏജൻസികൾ പൊട്ടിക്കരഞ്ഞു കാണും. PR ആരോപണങ്ങളും മറുപടിയുമെല്ലാം ഒരു വശത്ത് നിറയുമ്പോൾ വർഗീയതയ്ക്കൊപ്പം വികസന രാഷ്ട്രീയ പ്രതിച്ഛായയുള്ള അധ്യക്ഷനായി മാറാനുള്ള ശ്രമത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ. തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം ഉറപ്പാക്കാൻ വികസന കാഴ്ചപ്പാടുകളുടെ പ്രചാരണം ശക്തമാക്കിയാണ് നീക്കം. മാറാത്തത് ഇനി മാറുമെന്ന ടാഗ് ലൈനുമായി വികസിത കേരളം കൺവെൻഷനിലൂടെയാണ് തുടക്കം. രാജീവ് ചന്ദ്രശേഖറിന്റെ ജതിൻ രാംദാസ് പ്രതിച്ഛായ കേരളത്തിൽ പ്രതിഫലിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. RDX റാപ്പ് ന്യൂസ് മലയാളം. ലൂസിഫർ ഡയലോഗിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. മാസ് ഡയലോഗ് വീഡിയോ BGM ചേർത്ത് ഷെയർ ചെയ്ത് BJPക്കാർ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. കാണാതെ പഠിച്ച ഡയലോഗും തെറ്റിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ട്രോളുകളുമായി മറുവിഭാഗവും രംഗത്തുണ്ട്. BJP അധ്യക്ഷന്റെ ഉച്ചാരണ പ്രശ്നം ചൂണ്ടിക്കാട്ടിയും ട്രോളുകൾ നിറയുന്നുണ്ട്. രാജീവിൻ്റെ സിനിമാ സ്റ്റൈൽ മാസ് ഡയലോഗ് ഡെലിവറിയാണ് അവിടെ ഉദ്ദേശിച്ചത്. VD സതീശന്റെ വിമർശനത്തിന് സിനിമാ സ്റ്റൈൽ മറുപടിയാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. കേരള രാഷ്ട്രീയമോ മലയാളമോ അറിയില്ല എന്നുള്ള വിമർശനമാണ് നേരത്തെ VD സതീശൻ ഉന്നയിച്ചിരുന്നത്. മറുപടി നൽകിയത് ലൂസിഫർ സിനിമയിലെ ജതിൻ രാംദാസിന്റെ ഡയലോഗോടെയാണ്. മുണ്ട് മടക്കാനും അറിയാം, വേണമെങ്കിൽ മുണ്ട് കുത്തിവെക്കാനും അറിയാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. മലയാളം സംസാരിക്കാനും അറിയാം, മലയാളത്തിൽ തെറി പറയാനും അറിയാമെന്നുള്ള ജതിൻ രാംദാസിന്റെ വാക്കുകൾ അങ്ങനെ തന്നെ ആവർത്തിക്കുകയായിരുന്നു. ജനങ്ങളോട് വികസന സന്ദേശം മലയാളത്തിൽ പറയാനും അറിയാമെന്ന് കൂടി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെച്ചു. എന്നാൽ മുണ്ടഴിച്ചിട്ടാലും മുണ്ടഴിച്ച് തലയിൽ കെട്ടിയാലും യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് VD സതീശൻ ഇതിനോട് പ്രതികരിച്ചത്. ഡയലോഗ് എഴുതി കൊടുത്ത PR ഏജൻസി പൊട്ടിക്കരഞ്ഞു കാണുമെന്നും പരിഹാസമുണ്ടായിരുന്നു. പറഞ്ഞു കൊടുത്തത് എന്താവുമെന്നും പറഞ്ഞത് എന്താണെന്നും എല്ലാവരും കണ്ടു. ലൂസിഫറിൽ കണ്ടതിന് നേരെ എതിരായ കാര്യമാണ് രാജീവ് പറഞ്ഞതെന്നും VD സതീശൻ പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖരന്റെ ഈ മാസ് ഡയലോഗിന് പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള ചർച്ചയാണ് വേറൊരു തലത്തിൽ നടക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി തന്ത്രങ്ങൾ മെനയുന്നത് വരാഹി എന്ന ഏജൻസിയാണെന്നും ഇപ്പോഴത്തെ മാസ് ഡയലോഗുകൾക്ക് പിന്നിലും ഈ PR ഏജൻസിയാണെന്നും ഒക്കെയുള്ള വിമർശനവും ഉയർന്നു. അതുതന്നെയാണ് VD സതീശൻ പറഞ്ഞത്. ഇത്തരം ഡയലോഗുകൾ കുറെ അരാഷ്ട്രീയവാദികളെ ഒപ്പം കൂട്ടാൻ ഉപയോഗപ്പെടും എന്നുള്ള ഒരു വിലയിരുത്തൽ ഇതിന് പിന്നിലുണ്ട് എന്ന് കരുതുന്നു. പരമ്പരാഗത രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ളവരെ ഒപ്പം കൂട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന്, ബിസിനസ് ടെക്നോക്രാറ്റ് പ്രതിച്ഛായ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണിതെന്നും രാഷ്ട്രീയമല്ല വികസനമാണ് ലക്ഷ്യമെന്ന പ്രഖ്യാപനം ഈ വോട്ട് ലക്ഷ്യമാക്കിയാണെന്നും പറയുന്നു. നായർ, സവർണ, ക്രിസ്ത്യൻ വോട്ടുകളും ഇങ്ങനെ പെട്ടിയിലാക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് പൊതുവെ രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നത്. മോദിയുടെ സബ്കാ വികാസ് പ്രാവർത്തികമാക്കും എന്ന പ്രഖ്യാപനമാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നത്. ഭരണവിരുദ്ധ വികാരവും UDFന്റെ പോരായ്മയും ഉപയോഗപ്പെടുത്താനുള്ള ഒരുക്കമാണ് എന്നും പറയുന്നു. പക്ഷേ അതുകൊണ്ട് ഹിന്ദുത്വ മാറ്റിവെച്ചോ എന്ന് ചോദിച്ചാൽ ഹിന്ദുത്വ പാർട്ടി കേരളത്തിൽ പ്രതിച്ഛായ കേരളത്തിൽ നേരിട്ട് വിലപ്പോകില്ല എന്നത് തന്നെയാണ് BJPയുടെ വിലയിരുത്തൽ. സർക്കാർ വിരുദ്ധ വോട്ടുകൾ പെട്ടിയിലാക്കാൻ പ്രത്യക്ഷ വർഗീയ പ്രതിച്ഛായ ഗുണം ചെയ്യില്ല എന്ന് BJP കരുതുന്നു. BJPയെ വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കുന്നത് കോൺഗ്രസും CPIM-ഉമാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ആവർത്തിച്ച് പറയുന്നത്. മാറാട് സന്ദർശിച്ച് കലാപത്തിൽ കൊല്ലപ്പെട്ട BJP പ്രവർത്തകർക്ക് പുഷ്പാർച്ചന നടത്തുക കൂടി ചെയ്തിട്ടുണ്ട് ഇതിനിടെ രാജീവ് ചന്ദ്രശേഖർ. സനീഷ, ഇതിനകത്ത് വേറെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും
മുന്നിൽ നിൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഡയലോഗ് ഡെലിവറിയാണ്. എനിക്കതിലുള്ള ഒരൊറ്റ കാര്യം ഞാൻ പറയാം. അത് ആളുകൾക്ക് ഇങ്ങനെ ചെറിയ തെറ്റൊക്കെ പറ്റാം. ഡയലോഗൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ എഴുതി പഠിച്ചിട്ടൊക്കെ പോയിട്ട് സ്റ്റേജിൽ കയറി സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഫ്രാഞ്ചൈറ്റൻ ആൻഡ് സെയിൻറ്റിൽ മമ്മൂക്ക വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതുപോലെ പൂരങ്ങളുടെ പൂരമായ എന്ന മട്ടിൽ നിൽക്കുന്നത് അത് സ്വാഭാവികമാണ് എന്ന് വെച്ച് നമ്മൾ പരിഹസിക്കാൻ പാടില്ല. കാരണം ആർക്കും അങ്ങനെയൊക്കെ സംഭവിക്കാവുന്ന ഒരു സ്ഥിതിയുണ്ട്. മാത്രമല്ല അദ്ദേഹം അങ്ങനെ പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഈ ടെക്നോക്രാറ്റ് പ്രതിച്ഛായ ഉണ്ടല്ലോ, അധികം മലയാളമൊന്നും അറിയാത്ത എന്നാൽ അങ്ങനെ മധ്യവർഗത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മലയാളം അത് തന്നെയാണ് അദ്ദേഹം പ്രയോഗിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. നിശ്ചയമായിട്ടും അതിനകത്ത് എന്തെങ്കിലും ഭാഷയിലൊന്ന് പ്രയോഗത്തിൽ തെറ്റുപറ്റിയതിലെന്തെങ്കിലും അദ്ദേഹത്തെ കളിയാക്കുന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ആളുകൾക്ക് ഭാഷ, നമ്മളിപ്പോൾ നാട്ടിലൊക്കെ ഒരുപാട് ഇതര സംസ്ഥാന തൊഴിലാളികൾ വന്ന് സംസാരിക്കില്ലേ. ഇപ്പോൾ മുതലാളി ബാബു ഇങ്ങനെ പറയുന്ന ഒരു കരിക്കില്ല, ബാബു നമ്പൂട്ടിടി. അപ്പോൾ നമുക്കൊരു വാത്സല്യം തോന്നുക, ഒരു സ്നേഹം തോന്നുക. ഭാഷ, നമ്മുടെ ഭാഷ മറ്റൊരു സ്ലാങ്ങിൽ ആളുകൾ പറയുന്നതിനോട് യഥാർത്ഥത്തിൽ ശരിക്കും മലയാളിക്കുള്ളത് പരിഹാസമോ എതിർപ്പോ ഒന്നുമല്ല, ഒരു സന്തോഷം. എല്ലാ ഭാഷക്കാർക്കും അങ്ങനെയായിരിക്കും. അതുകൊണ്ട് അതിൽ കാര്യമില്ല. പക്ഷേ എനിക്ക് രാജീവ് ചന്ദ്രശേഖരനെ ആ ഏരിയ തുറക്കേണ്ടിയിരുന്നില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്ക് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ചില മാസ് ഡയലോഗുകൾ അടിച്ചിട്ട് ഞാൻ ചില രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമെന്ന് അദ്ദേഹമോ വരാഹിയോ BJP വിചാരിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ചെറിയ പ്രായം തൊട്ട് ഇവിടെ ജനിച്ചു വളർന്ന നേതാക്കളാണ് ഇവിടെയുള്ളത്. അപ്പോൾ ചിന്താവിഷ്ടിയായ സീത തൊട്ടിട്ട് അതിലെ വരികൾ തൊട്ടിട്ട് സവാരി ഗിരിഗിരി വരെയുള്ള വൻ അടികളായിരിക്കും ഇവർ നടത്തുക. അപ്പോൾ പിന്നെ അതെന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ നടക്കില്ലല്ലോ. കാരണം ഇവരെല്ലാവരും KSU, SFI, യൂത്ത് കോൺഗ്രസ്, DYFI പാർട്ടി എന്നൊക്കെ പറഞ്ഞ് വളരെ താഴെ തട്ടിൽ നിന്ന് ഈ കേരളത്തിൻ്റെ സകലമാന സ്ലാങ്ങുകളിൽ സംസാരിച്ച് പരിചയമുള്ള ആൾക്കാരായിരിക്കും ഈ പറയുന്ന നേതാക്കളെല്ലാം. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഏരിയ അതല്ലേക്കും. കെ സുരേന്ദ്രൻ ഉറപ്പായിട്ടും പറ്റും. കെ സുരേന്ദ്രൻ അങ്ങനെ തന്നെയാണല്ലോ കെ സുരേന്ദ്രൻ പ്രധാനപ്പെട്ട. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏരിയ അതല്ല. അപ്പോൾ വരാഹി അതുവേണ്ടി ചെയ്യേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ ദോഷമൊന്നും അദ്ദേഹത്തിനില്ല എന്നറിയാം. പിന്നെ വേറൊരു കാര്യം, ട്രോളിന് വിധേയമാവുക നേതാക്കൾ എന്നത് BJPക്ക് യഥാർത്ഥത്തിൽ 2 തരം ഫലങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. ഒന്ന് കുമ്മനം രാജശേഖരൻ ഉണ്ടായത്, 2 സുരേഷ് ഗോപി ഉണ്ടായത്. 2 പേരും കേരളത്തിൽ വലിയ തോതിൽ ട്രോൾ ചെയ്യപ്പെട്ട ആളുകളാണ്. കുമ്മനം രാജശേഖരൻ എന്തായി? കുമ്മനം രാജശേഖരൻ വളരെ വലിയ ക്ഷീണം ഉണ്ടായി. ഭാഷയിലേക്ക് കുമ്മനടി എന്നൊരു പ്രയോഗം തന്നെ ഉണ്ടായി വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം റോളോ റോമിക് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഗൗരി ലങ്കേഷിനെ പറ്റി എഴുതിയൊരു വലിയ പുസ്തകത്തിനകത്ത് വായിച്ചു പോകുമ്പോൾ കണ്ടത് അതിനകത്ത് കുമ്മനടി എന്ന പ്രയോഗമുണ്ട്. ഒരു സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുകയാണ് കുമ്മനടി എന്ന്, എന്തോ ഒരു പോയിന്റുമായിട്ട് വെച്ച് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഭാഷയിലെ ഒരു പ്രയോഗം തന്നെയായിട്ട് മാറി. പാറാട്ടണ്ണൻ എന്ന് പറയുന്ന ആൾ എങ്ങനെയാണ് അയാൾക്ക് ആ പേര് വന്നത് എന്ന് ആളുകൾ ഇപ്പോൾ ഓർക്കുന്നില്ല. ആറാട്ട് എന്ന് പറയുന്ന B. ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത മോഹൻലാൽ സിനിമയോട് ചേർന്നിട്ടാണ് ഇതുണ്ടായത് എന്നാണല്ലോ ആൾ ഓർക്കുന്നില്ല. അതുപോലെ കുമ്മനടി എന്ന പേരെല്ലാവരും പ്രയോഗിക്കുന്നുണ്ട്, കുട്ടികളൊക്കെ പല സ്ഥലങ്ങളിൽ പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നത്തിലാണ് എന്ന് അത് ആളുകൾക്ക് ഓർമ്മയില്ല. അതൊരു BJPക്ക് നെഗറ്റീവായിട്ടുണ്ടായ ഒരു കാര്യമാണ്. പക്ഷേ സുരേഷ് ഗോപി അങ്ങനെയല്ല, പോസിറ്റീവാണ്. സുരേഷ് ഗോപി വന്നിറങ്ങിയിട്ട് ഇദ്ദേഹം കുറേ രാഷ്ട്രീയം ഇപ്പോൾ കാണുമ്പോൾ പോലെ നമുക്ക് ചിരി വരുന്ന കുറേ കാര്യങ്ങൾ ചെയ്തപ്പോൾ കുറേ ആളുകൾ ചേർന്ന് കോൺഗ്രസ്സുകാരും CPMകാരും അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകളെല്ലാം വലിയ തോതിൽ ട്രോൾ ചെയ്തു. പക്ഷേ എല്ലാവരും ട്രോൾ ചെയ്തപ്പോൾ എന്തുണ്ടായി? അത് പോസിറ്റീവായിട്ടാണ് ഭാവിച്ചത്. അതായത് 10-40 കൊല്ലമായിട്ട് മലയാളിക്ക് ആകെ പരിചയമുള്ള സൂപ്പർ താര പരിവേഷമുള്ള വളരെ ഇഷ്ടമുള്ള നമുക്ക് വലിയ സ്നേഹമുള്ള സുരേഷ് ഗോപിയെ എല്ലാവരും കൂടെ വല്ലാതെ അനാവശ്യമായിട്ട് ട്രോൾ ചെയ്യുകയാണല്ലോ എന്നൊരു തോന്നലുണ്ടാവുകയും അദ്ദേഹത്തെ അവർ വിജയിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ട്രോളിന് വിധേയമാവുക എന്നതിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉദാഹരണങ്ങളുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ട്രോൾ ചെയ്യപ്പെടുകയാണ് പോകുന്നതെങ്കിൽ അദ്ദേഹം ഇതിലെവിടെയാണ് എത്താൻ നമുക്ക് ഇപ്പോൾ പ്രവചിക്കുക സാധ്യമല്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റമായിട്ട് ഞാൻ കാണുന്നത്, ഇപ്പം പെഹൽഗാം സംഭവം ഉണ്ടായി, വേണമെങ്കിൽ BJPക്ക് മുറുക്കിയെടുക്കാവുന്ന രാഷ്ട്രീയ അന്തരീക്ഷമാണ്. പ്രധാനപ്പെട്ട വലിയ BJP സ്പിരിറ്റുള്ള ആളുകൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നൊരു കാലമാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എന്ന് വെച്ചാൽ രാഷ്ട്രീയ എതിരാളിയായിട്ടുള്ള മുഖ്യമന്ത്രി കൊടും വിഷം എന്ന് വിശേഷിപ്പിച്ച വാർത്തമാനങ്ങൾക്ക് ഉടമയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ പക്ഷെ വളരെ അവധാനതയോടെ സംസാരിക്കുന്നതായിട്ടാണ് നമ്മൾ. മാത്രമല്ല അതിനകത്ത് എനിക്ക് BJPയും അവധാനതയോടെ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്കതിൽ ആ വിഷയത്തിൽ ഏറ്റവും തോന്നിയ ഒരു കാര്യം, ഒരു സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായി എന്ന മട്ടിൽ അത് ഉണ്ടായി എന്ന് തെളിച്ചങ്ങ് പറയുന്നില്ലെങ്കിലും ഏതാണ്ട് ആ സൂചന തന്ന ഒരേ ഒരു BJP നേതാവ് ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ ആദ്യം, അതായത് കേന്ദ്രം സമ്മതിച്ചു എന്ന് പ്രതിപക്ഷം പിന്നീട് സർവ്വകക്ഷിയോഗത്തിന് ശേഷം പറയുന്നതിന് മുമ്പ് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഈ നമുക്കൊരു രസവും സന്തോഷമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ തീർത്തും മോശം ട്രാക്കിലൂടെയാണ് പോകുന്നതെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? അല്ല, ട്രാക്ക് അദ്ദേഹത്തിന്റെ ട്രാക്ക് ആയിരിക്കില്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ട്രാക്ക്. തീർച്ചയായും അത് ആ നിലയ്ക്ക് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എത്രത്തോളം ഇപ്പോൾ വരാഹിയെ വല്ലാതെ ഇവരെ ആശ്രയിക്കുന്നത് ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ വിജയം കൊണ്ടായിരിക്കാം. പക്ഷേ ആ മട്ടിൽ കേരള രാഷ്ട്രീയം മൊത്തത്തിൽ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് എത്തുമ്പോഴേക്ക് അങ്ങ് മാറ്റിമറിച്ച് കളയാം എന്നൊക്കെ വിചാരിച്ചാൽ അത് ഭയങ്കര. സുരേഷ് ഗോപി 40 കൊല്ലം സൂപ്പർ താരം അല്ല, വലിയ നടനായിരുന്ന ആളാണ്. അതുകൊണ്ട്
അതുകൊണ്ട് ആ നിലയ്ക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് കരുതാനാവില്ല. PR ഏജൻസികളുടെ തിരക്കഥ പ്രകാരമൊക്കെ വാർത്താ സമ്മേളനങ്ങളും പ്രസംഗങ്ങളും ഒക്കെ നടത്തുന്നു എന്ന വഴി മുഖ്യമന്ത്രി അടക്കം കേട്ടിട്ടുണ്ട്. അവർക്കെതിരെ എല്ലാം ഈ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളതാണ്. പക്ഷേ PR ഏജൻസി എഴുതി കൊടുത്ത മാസ് ഡയലോഗ് പറയുന്നതിനിടെ രാജീവ് ചന്ദ്രശേഖരന് പാളി എന്നതാണ് ട്രോളർമാർ ഇങ്ങനെ കളിയാക്കാനുള്ള കാരണം. അതെന്തായാലും സംസ്ഥാന BJP പുതിയൊരു പരീക്ഷണ ഘട്ടത്തിലാണല്ലോ. അടിമുടി കോർപ്പറേറ്റ് മാതൃകയിൽ പാർട്ടിയെ പുനരാവിഷ്കരിക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നത്. അതിൻ്റെ ആദ്യപടിയാണ് പുതിയ ഭാഷയും പുതിയ ശരീരഭാഷയും ഒക്കെ. അരാഷ്ട്രീയരായ വിദ്യാസമ്പന്നരെ ലക്ഷ്യം വയ്ക്കുന്ന ഈ തന്ത്രം വിജയം കാണുമോ എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്നാൽ പരമ്പരാഗത രീതിയിലുള്ള രാഷ്ട്രീയ പ്രചാരണത്തിൽ നിന്ന് LDF UDF മുന്നണികളും മാറി ചിന്തിക്കേണ്ടി വരുമോ എന്നതുകൂടി നമുക്ക് കാത്തിരുന്ന് കാണാം.